ഹലോ ഗായ്സ്, എല്ലാവർക്കും സലൂസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതായിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കുറച്ചും കൂടി അട്രാക്റ്റീവും കുറച്ച് അടിപൊളിയാക്കാനുള്ള കുറച്ച് ട്രിക്സുമായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നല്ലോ. അതും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിൽ എങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണും. അപ്പോൾ ഗായ്സ്, ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ ഏത് ട്രിക്ക് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യ ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മ്യൂസിക് ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റുമ്പോഴത്തെ ഏതെങ്കിലും ഒരു വീഡിയോ ഇമേജ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ഒരു വീഡിയോ ക്ലൗഡ്സിൻ്റെ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ കുറച്ച് മെലഡി സോങ്ങാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ വീഡിയോ ആണ് കുറച്ച് അടിപൊളിയായിരിക്കുക. അപ്പോൾ അതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നമ്മൾ GIF ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഡൗൺലോഡിൻ്റെ ഇപ്പുറത്താണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GIF സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സെർച്ച് ചെയ്യുക, അതായത് പ്ലേ മ്യൂസിക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോവുക. നല്ല അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിലൊരു പ്ലേ മ്യൂസിക്കിൻ്റെ ഇതുണ്ട്. അത് നമ്മുടെ കീബോർഡ് മറന്നിട്ടാവുന്നതാണ് കാണാത്തത്. കീബോർഡ് അതവിടെ ലാസ്റ്റ് കിടക്കണ്ട. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതവിടെ കാണാം. അപ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് ഇത്തിരി താഴത്തോന്നിട്ടൊന്ന് ഇത്തിരി സൂം ചെയ്തിട്ട് ഒന്ന് ഫിറ്റാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആ ഓപ്ഷനിൽ പോയിട്ട് മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോകുക. അപ്പോൾ അത് ഇൻഡിവിജ്വൽ മ്യൂസിക് ക്ലിക്ക് ചെയ്യുക. മ്യൂസിക് ക്ലിക്ക് ചെയ്ത് ഞാൻ അവിടെ പറവയിൽ കുറച്ച് അടിപൊളി ആയിട്ടുള്ളൊരു സോങ്ങാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പറവാന്നൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. നമുക്ക് ഒരു സോങ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നും. അപ്പോൾ നമുക്കത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റോറിയുടെ ഒരു വീഡിയോ ഒന്നും കിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിനി അടുത്ത ട്രിക്ക് നോക്കാം. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ താഴെ കുറേ എഫക്റ്റുകൾ കാണുന്നത്. അത് നമ്മൾ റൈറ്റിലേക്ക് നല്ല സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സൈഡിലൊരു സെർച്ച് പറഞ്ഞു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മേലെ ഒരു സെർച്ച് ബാറുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ മോക്കപ്പ് MOCKUP അപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് നല്ല ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്യാനുള്ളത് നമുക്കിവിടെ ട്രൈറ്റ് ചെയ്യാം. ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. ഇതുമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടാനോ ഇത് യൂസ് ചെയ്യാം. നമുക്കിവിടെ വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. വേറെ ഫോണിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് മീഡിയ എന്ന സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ഫോണിൻ്റെ ഉള്ളിൽ വരുന്ന മാതിരി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും കുറച്ചൊരു അടിപൊളിയായിട്ടുള്ള ട്രിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എഫക്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. താഴെ അതിൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആയി കിട്ടും. ഇനി നമ്മൾ സേവ് ചെയ്ത് എവിടെ കിടക്കുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഇൻഡ്യൂ അടിച്ച് പോയി കഴിഞ്ഞാൽ, അതായത് സെർച്ച് നിന്നൊക്കെ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ സാധാ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലാണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹോം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സേവ് ചെയ്തതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. സേവ് ചെയ്തിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്കിനി നേരെ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ട്രിക്ക്, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഫോണിൽ എഡിറ്റിംഗ് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ അതൊന്ന് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഏകദേശം സെൻറ്ററായിട്ട് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫോട്ടോ ഒന്നും കൂടി എടുത്തിട്ട് എഡിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഫിൽറ്റർ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ഫോട്ടോന് ഇത്തിരി നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്നിട്ട് സേവ് ചെയ്യുക ഫോട്ടോ.
ഫോട്ടോ സേവ് ആയിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മൾ നേരത്തെ മാതിരി നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒന്ന് സ്റ്റോറി ഇടാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ക്യാമറ തൊട്ടിപ്പുറത്തൊരു ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് സൂം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് പാർട്ടായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ലെയർ പോലെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോറി ഇടാനായിട്ട് പറ്റും. ഇത് കുറച്ച് അടിപൊളി ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. കാരണം നമുക്ക് വെറൈറ്റി ആയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് അതായത് കണ്ടിന് ഒറ്റ ഫോട്ടോനെ ആക്കിയ മാതിരി തോന്നണം, അതുമാതിരി വെക്കുക. അപ്പോൾ നമുക്ക് ഇതുമാതിരി സ്റ്റോറി ടൈം നമ്മുടെ സ്റ്റോറി നല്ല ക്രിയേറ്റീവ് ആയിരിക്കും, നമുക്ക് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ ട്രിക്ക് നോക്കാം. നമ്മുടെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റ് കൊടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഫോണ്ട് എടുക്കുക, എന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് നമ്മളെ ഫോണിൽ ഫോണ്ടായിരിക്കും ഈ ഫസ്റ്റത്തെ ഫോണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ സലൂസ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ ഇപ്പോൾ ഫോണിലുള്ള ഫോണ്ടാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫോണിലെ ഫോണ്ട് മാറ്റുകയാണെങ്കിൽ അതായത് തീം സ്റ്റോറിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ ഫോണ്ടൊന്ന് മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോണ്ട് ഫ്രീ ഫോൺസിലുണ്ടാവും നല്ല ഫോണ്ടുകൾ. അപ്പോൾ അതിൽ പോയിട്ടൊന്ന് മാറ്റുക. ഫോണ്ടിൽ പോവുക, ഫോണ്ടിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഫോണ്ട് എടുക്കാം. ഒരു കേഴ്സി ലെറ്റർ ഫോണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുക. എൻ്റെ ഇവിടെ ടൈപ്പ് ഞാൻ സലൂസ് ഒന്ന് അടിക്കുന്നത് വ്യത്യാസമുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വരുന്നത് കേഴ്സി ലെറ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഫോണ്ടുകളല്ലാതെ നമുക്ക് വേറെയും ഫോണ്ടുകൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫോണിലെ ഫോണ്ട് ഏതാണോ ആ ഫോണ്ടായിരിക്കും ഇവിടെ വരും. ഇത് നിങ്ങളുടെ വ്യൂവേഴ്സിനും ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുക. ഇനി നമുക്ക് വേറൊരു ഫോണ്ട് വെച്ച് നോക്കാം. ഇവിടെ കുറേ ഫോണ്ട് നമുക്ക് ഇതിലേത് ഫോണ്ട് വേണമെങ്കിലും വെച്ചാലും അവിടെ ആ ഫോണ്ട് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ അവിടെ ഒരു കളർ ഫോണ്ട് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളിൽ പോയി ടെക്സ്റ്റ് ഓപ്ഷൻ അതായത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി സലൂസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോണ്ട് നമ്മുടെ ഫോണിൽ ഫോണ്ട് അതായത് കളർ ഫോണ്ടായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്ര ഫോണ്ടുണ്ടോ നമ്മൾ സ്റ്റോറി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ടുകൾ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്റ്റോറി കുറച്ചും കൂടി അട്രാക്റ്റീവ് ഫോണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇങ്ങനത്തെ ട്രിക്കായിട്ട് ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്സ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നിങ്ങളുടെ സ്റ്റോറി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ സ്റ്റോറി അട്രാക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.